അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖുർആൻ തഫ്സീർ പഠനത്തിൻ്റെ 15ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം വിശകലനം ചെയ്യുന്നത് സൂറത്തുൽ ആദിയാത്താണ്. ആദിയാത്ത് എന്ന് പറഞ്ഞാൽ കുതിച്ചോടുന്നവ എന്നാണ് അർത്ഥം. കുതിച്ചോടുന്ന പടക്കുതിരകളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മക്കിയായ ഈ സൂറയിൽ 11 വാക്യങ്ങളാണ് ഉള്ളത്. മനുഷ്യന് വേണ്ടി പോർക്കളത്തിൽ തീപ്പൊരി പാറുന്ന പോരാട്ടം നടത്തുന്ന കുതിരയെ മുൻനിർത്തി സത്യം ചെയ്തുകൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. തനിക്ക് കിട്ടുന്ന അല്പം ഭക്ഷണത്തിനുള്ള നന്ദിയായി ഈ പടക്കുതിര കാണിക്കുന്ന യജമാന സ്നേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മനുഷ്യൻ്റെ നന്ദികേടിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. മനുഷ്യൻ്റെ ജീവിത പ്രയാണവും പണത്തോടുള്ള ആർത്തിയും അതിന് സാക്ഷ്യം വഹിക്കുന്നു. എന്നാൽ മരിച്ചവർ എഴുന്നേൽപ്പിക്കപ്പെടുകയും തങ്ങളുടെ അകത്തളങ്ങളിൽ ഒളിച്ചുവെച്ച കാര്യങ്ങൾ പ്രകടമാവുകയും ചെയ്യുന്ന നാളിനെ ഓർമ്മിപ്പിക്കുന്നു. രക്ഷിതാവ് ഓരോ മനുഷ്യൻ്റെയും കർമ്മങ്ങളെ സൂക്ഷ്മമായി അറിയുന്നവനാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഈ അധ്യായം സമാപിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽആദിയാതി ضبحا ഫൽമൂരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ ഫഅഥർന ബിഹി നഖ്ആ ഫവസത്ന ബിഹി ജംആ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير. ഈ അധ്യായത്തിലെ ആയത്തുകളുടെ പദവിശകലനം വൽ ആദിയാത്ത് എന്ന് പറഞ്ഞാൽ കുതിച്ചോടുന്നവ തന്നെയാണ് എന്നർത്ഥം. ലബ്ഹൻ എന്ന് പറഞ്ഞാൽ കിതച്ചുകൊണ്ട്. ഫൽ മൂരിയാത്ത് തീ പറത്തുന്നവ. കദ്ഹൻ കല്ലിൽ ഉരസിയിട്ട്. ഫൽ മുഗീറാത്ത് കടന്നാക്രമിക്കുന്നവ. സുബ്ഹൻ വെളുപ്പാങ്കാലത്ത്. ഫ അസർന ബിഹി ഇളക്കി വിട്ടു. നഖ്അൻ പൊടിപടലം. ഫവസത്തിന എന്നിട്ട് ശത്രുസംഘത്തിൻ്റെ മധ്യത്തിൽ ചെന്നു. ബിഹി എന്ന് പറഞ്ഞാൽ അതിൽ. ജമ്മൻ സംഘം കൂട്ടം. ഇന്നൽ ഇൻസാന തീർച്ചയായും മനുഷ്യൻ. ലി റബ്ബിഹി തൻ്റെ രക്ഷിതാവിനോട്. ലഖനൂദ് നന്ദി കെട്ടവൻ തന്നെയാണ്. വൈന്നഹു നിശ്ചയമായും അവൻ. അലാദാലിക്ക അതിന് ലഷഹീദുൻ സാക്ഷിയാണ്. വൈന്നഹു തീർച്ചയായും അവൻ. ലി ഹുബിൽ ഖൈരി പണത്തോടുള്ള കൊതി. ലഷദീദുൻ അതികഠിനം തന്നെ. അഫലാ യഅലമു അവൻ അറിയില്ലേ. ഇദാ ബോസിറ പുറന്തള്ളപ്പെട്ടാൽ. മാഫിൽ കുബോർ കുഴിമാടങ്ങളിലുള്ളത്. വഹുസ്സില പുറത്തെടുക്കുകയും ചെയ്യുന്ന. മാഫി സുദൂർ മാറുകളിലുള്ളത്. ഇന്ന റബ്ബഹും തീർച്ചയായും അവരുടെ രക്ഷിതാവ്. ബിഹിം അവരെ പറ്റി. യൗമൈദിൻ അന്നേ ദിവസം. ല ഖബീർ സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെ. ഇതൊക്കെ ഈ സൂറത്തിൽ വരുന്ന പദങ്ങളാണ്. ആ പദങ്ങളുടെ അർത്ഥമാണ്. വൽ ആദിയാത്ത് എന്നതിനെ സംബന്ധിച്ച് ഉള്ള ഇമാം ഷൻകീത്തിയുടെ ഒരു വിശകലനം എങ്ങനെയാണ്. അക്സറുൽ ഉലമായി അല അന്നൽ മുറാദ ബി അൽ ഖൈൽ തഅദു ഫിൽ ഗസ്വി. ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഈ പദത്തിൻ്റെ താല്പര്യം യുദ്ധത്തിൽ ഓടുന്ന കുതിരയാണെന്ന് പറയുന്നു. വൽ ഖസ്ദു തഅലീമു ഷൈനി അൽ ജിഹാദി ഫി സബീലില്ല. ഇത് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നതിൻ്റെ മഹത്വം ഘോഷിക്കുന്നു. വഖാല ബഅദുൽ ഉലമായി അൽ മുറാദു ബിൽ ആദിയാത്ത് അൽ ഇബൽ തഅദു ബിൽ ഹജീജ് മിൻ അറഫാത്ത് ഇല മുസ്ദലിഫ വ മിന. ചില പണ്ഡിതന്മാർ പറയുന്നത് അതുകൊണ്ടുള്ള താല്പര്യം
ഹജ്ജിൻ്റെ വേളയിൽ അറഫയിൽ നിന്ന് മിനയിലേക്കും മുസ്തലിഫയിലേക്കും നീങ്ങുന്ന ഒട്ടകമാണെന്നാണ്. ഇത് അൽവാഉൽ ബയാൻ 9-ാം വാള്യം 61-ാം പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള ലബ്ഹൻ എന്ന വാക്ക്, ഈ പദത്തെപ്പറ്റി ഇമാം റാഗിബ് വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ് മുഫ്രദാത്തിൽ, അൽ മുഫ്രദാത്ത് എന്ന ഖുർആൻ നിഘണ്ടുവിൽ. അൽ ലബ്ഹു സൗത്തു അൻഫാസിൽ ഫറസ്. ലബ്ഹ് എന്നാൽ കുതിരയുടെ കിതപ്പ് എന്നർത്ഥം. അൽ ഖൈർ എന്ന വാക്കിൻ്റെ സാരത്തെപ്പറ്റി അൽ മാവർദി രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങൾ ഇപ്രകാരമാണ്. വഫിൽ ഖൈരി ഹാഹുന വജ്ഹാനി. ഖൈർ എന്നതിനെ സംബന്ധിച്ച് 2 വീക്ഷണങ്ങളുണ്ട്. അഹദുഹുമ, അതിലൊന്ന് അൽ മാൽ, ധനം എന്നാണ്. ഖാലഹു ഇബ്നു അബ്ബാസ് വ മുജാഹിദ് വ ഖതാദ. ഇബ്നു അബ്ബാസും മുജാഹിദും ഖതാദയും ഈ അഭിപ്രായമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അസാനിയ ദുനിയ, രണ്ടാമത്തെ വീക്ഷണം ഇഹലോകം എന്നാണ്, ദുനിയാവ് എന്നാണ്. ഖാലഹു ഇബ്നു സൈദ് ഈ വീക്ഷണമാണ് പറഞ്ഞിട്ടുള്ളത്. ആ നുഖത്ത് വല്ലുയോൻ 6-ാം വാള്യം 326-ാം പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സൂറയുടെ മൊത്തം സാരം വൽ ആദിയാത്തി ലബ്ഹൻ, കിതച്ചുകൊണ്ട് കുതിച്ചോടുകയും, അതുപോലെ ഫൽ മൂരിയാത്തി കദ്ഹൻ, കുളമ്പടികളിൽ നിന്ന് തീപ്പൊരി പറത്തുകയും, ഫൽ മുഹീറാത്തി സുബ്ഹൻ, വെളുപ്പാങ്കാലത്ത് കടന്നാക്രമിക്കുകയും, ഫഅസർന ബിഹി നഖൻ, പൊടിപടലങ്ങൾ ഉയർത്തി, ഫവസത്ന ബിഹി ജമ്മൻ, ആൾക്കൂട്ടത്തിലേക്ക് തള്ളിക്കരയുകയും ചെയ്യുന്ന പടക്കുതിരകളാണ് സത്യം. ഈ വാക്യങ്ങൾ ഒന്നിച്ച് ചേർത്തുകൊണ്ട് അർത്ഥം പറയാവുന്നതാണ്. വലാദിയാത്തി ലബ്ഹൻ ഫൽ മൂരിയാത്തി കദ്ഹൻ ഫൽ മുഗീറാത്തി സുബ്ഹൻ ഫഅസർന ബിഹി നഖൻ ഫവസത്ന ബിഹി ജംഅ. കിതച്ചുകൊണ്ട് കുതിച്ചോടുകയും കുളമ്പടികളിൽ നിന്ന് തീപ്പൊരി പറത്തുകയും വെളുപ്പാങ്കാലത്ത് കടന്നാക്രമിക്കുകയും പൊടിപടലങ്ങൾ ഉയർത്തി ആൾക്കൂട്ടത്തിലേക്ക് തള്ളിക്കയറുകയും ചെയ്യുന്ന പടക്കുതിരകളാണ് സത്യം. ഇന്നൽ ഇൻസാനലി റബ്ബിഹി ലക്കനൂദ്. തീർച്ചയായും മനുഷ്യൻ തൻ്റെ രക്ഷിതാവിനോട് തീരെ നന്ദി കെട്ടവൻ തന്നെ. വ ഇന്നഹു അലാ ദാലിക ലഷഹീദ്. അവൻ തന്നെ അതിന് സാക്ഷിയാണ്. വ ഇന്നഹു ലിഹുബ്ബിൽ ഖൈർ ലശദീദ്. പണത്തോടുള്ള അവൻ്റെ കൊതി അതികഠിനം തന്നെ. അഫലാ യഅലമു ഇദാ ബൗസിറ മാഫിൽ ഖുബൂർ വ ഹുസ്സില മാഫി സുദൂർ. കുഴിമാടങ്ങളിലുള്ളതെല്ലാം പുറന്തള്ളപ്പെടുകയും മാറുകളിൽ മറഞ്ഞു കിടക്കുന്നതൊക്കെയും പുറത്താവുകയും ചെയ്യുന്ന ദിവസത്തെക്കുറിച്ച് അവൻ അറിയില്ലേ? ഹുസ്സില മാഫി സുദൂർ എന്ന് പറഞ്ഞ മാറുകളിൽ മറഞ്ഞു കിടക്കുന്നവ പുറത്താവുക എന്ന്. ഇന്ന റബ്ബഹും ബിഹിം യൗമൈദിൻ ലഖബീർ. തീർച്ചയായും അവരുടെ രക്ഷിതാവ് അന്നേ ദിവസം അവരെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെയാകുന്നു. ഇതാണ് ഈ ആയത്തുകളുടെ നേർക്കുനേരെയുള്ള പരിഭാഷ. ഈ സൂറയുടെ മൊത്തം ആശയപ്രപഞ്ചത്തിലേക്ക് നമ്മൾ വന്നാൽ അത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാവുന്നതാണ്. ശത്രുപാളത്തെ ലക്ഷ്യമാക്കി കിതച്ചുകൊണ്ട് കുതിച്ചോടുന്ന പടക്കുതിരകൾ, മരുഭൂമികളിലൂടെയും കരിങ്കൽ പ്രദേശങ്ങളിലൂടെയും കുളമ്പുകൾ നിലത്തുരസി കുതിച്ചുപായുന്നവ, ഓട്ടത്തിൻ്റെ ഊക്കിലും ശക്തിയിലും കുളമ്പുകൾ ഉരസി തീ പറക്കുന്നു. ഇരുളിൻ്റെ മറവിലാണ് പ്രയാണം. ശത്രു ഉണർന്നുടങ്ങുന്ന പ്രഭാതത്തിന് വെള്ളം കയറുമ്പോൾ അവ പോരാട്ടത്തിനായി എത്തിച്ചേരുകയായി. കൂട്ടത്തോടെയുള്ള കുതിരകളുടെ കുതിപ്പിൽ പരിസരമാകെ പൊടിപടലങ്ങൾ ഉയരുകയായി. ശത്രുപാളയത്തിൽ കടന്നു കയറി കനത്ത ആക്രമണം അയച്ചുവിടുകയായി. തൻ്റെ പുറത്തിരിക്കുന്ന തൻ്റെ യജമാനൻ ഭക്ഷണമായി നൽകിയ അല്പം മുതിരക്കും സ്നേഹമായി നൽകിയ അല്പം ലാളനക്കുമുള്ള നിഷ്കളങ്കമായ നന്ദി പ്രകടനം. അതത്രേ ഉഗ്രമായ ഈ കുതിപ്പിൻ്റെ നിധാനം. മനുഷ്യനെ സൃഷ്ടിച്ച് തലച്ചോറും ശരീരവും അവയവങ്ങളും രക്തചംക്രമണ വ്യവസ്ഥയും ശ്വസനാവയവും ആമാശയവും എല്ലാം പ്രദാനം ചെയ്തവനാണ് തൻ്റെ രക്ഷിതാവും നാഥനുമായ അള്ളാഹു. കത്തുന്ന സൂര്യനെയും കരിവേകുന്ന ചന്ദ്രനെയും ഭൂമിയെയും മനുഷ്യന് വേണ്ടി അണിയിച്ചൊരുക്കിയവൻ. തിന്നാൻ ഭക്ഷണം, കുടിക്കാൻ പാനീയം, ശ്വസിക്കാൻ വായു, കിടക്കാൻ കിടപ്പാടം എന്നിവ നൽകി അനുഗ്രഹിച്ചവൻ. ഈ നാഥനോട് എത്രമാത്രം കടപ്പെട്ടവനാണ് മനുഷ്യൻ. കുതിര വെളുപ്പാങ്കാലത്ത് ശത്രുമധ്യത്തിലേക്ക് ഇരച്ചു കയറി യജമാനു വേണ്ടി വെട്ടും കുത്തും ഏറ്റുവാങ്ങി തൻ്റെ കടപ്പാട് പ്രകടമാക്കുന്നു. മനുഷ്യനോ പ്രഭാതത്തിൽ പള്ളി മിനാരത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന വിളിയാളം കേട്ടുണർന്ന് 2 റക്അത്ത് നമസ്കരിക്കുന്നതിൽ പോലും അലസത കാണിക്കുന്നു. മനുഷ്യൻ തൻ്റെ യജമാനോട് എത്രമാത്രം നന്ദി കെട്ടവൻ. മനുഷ്യൻ്റെ ജീവിതത്തിലെ ചെയ്തികൾ അതിന് വ്യക്തമായ നിദർശനമാണ്. എത്രമാത്രം അളവറ്റ അനുഗ്രഹങ്ങളാണ് അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും നന്ദികേടിൻ്റെ വാക്കുകൾ മാത്രമാണ് അവൻ്റെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്നത്. ഇഹലോകത്തെ കണ്ണഞ്ചിപ്പിക്കുന്ന ഐശ്വര്യങ്ങളിൽ അഭിരമിച്ചും പണത്തിൻ്റെ പിന്നാലെ നെട്ടോട്ടമോടിയും സൃഷ്ടാവിനോടുള്ള കടപ്പാടും നന്ദിയും വിസ്മരിച്ച് ജീവിക്കുന്നു.
ജീവിത പ്രയാണത്തിൻ്റെ അവസാനം മരണമാണ്. മരണത്തിന് ശേഷം കുഴിമാടങ്ങളിൽ അടക്കം ചെയ്യപ്പെടുന്നു. ഈ കുഴിമാടങ്ങളിൽ നിന്ന് വീണ്ടും മനുഷ്യൻ പുനഃസൃഷ്ടിക്കപ്പെട്ട് പുറത്തു വരുമെന്നത് നിശ്ചയിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ്. മനസ്സിൻ്റെ അകത്തളങ്ങളിൽ മറച്ചു വച്ചിരുന്ന കാര്യങ്ങളെല്ലാം വെളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദിനമാണ് പാരത്രിക വിചാരണയുടെ വേള. ഇതിനെപ്പറ്റി മനുഷ്യൻ ബോധവാനല്ലേ? രക്ഷിതാവ് എല്ലാ വ്യക്തികളെയും അവരുടെ നെഞ്ചകങ്ങളിലെ താല്പര്യങ്ങളെയും അതീവ സൂക്ഷ്മമായി അറിയുന്നവനാണ്. അതിനാൽ ആ വിചാരണയുടെ ലോകത്ത് നിഷ്കാമകർമ്മങ്ങളുമായി കടന്നു വരാൻ ജീവിത സന്ദർഭങ്ങളിൽ തങ്ങളുടെ രക്ഷിതാവിനോട് സദാ നന്ദിയുള്ളവരായി വർത്തിക്കുക. ഈ ആശയങ്ങളാണ് ഈ സൂറയിൽ അടങ്ങുന്നത്. അഥവാ മനുഷ്യൻ എത്രമാത്രം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടും അവൻ അതിന് നന്ദി കാണിക്കുന്നവനാണോ? എന്നാൽ മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്ന ഒരു കുതിര, അത് അതിൻ്റെ യജമാനനോട് എന്തുമാത്രം കടപ്പാട് കാണിക്കുന്നു. അത്ര പോലും മനുഷ്യൻ അത് സാധ്യമാകുന്നില്ലല്ലോ. ഇത്തരം കാര്യങ്ങൾ തൻ്റെ സൃഷ്ടാവ് തനിക്കേകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് തൻ്റെ സൃഷ്ടാവിനോട് നന്ദി കാണിക്കുവാനുള്ള പ്രേരണയും ആഹ്വാനവുമാണ് ഈ സൂറ നമ്മുടെ മുമ്പാകെ വെക്കുന്നത്. ഒരുക്കി നിർത്തിയ കുതിരകളെപ്പറ്റി ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട്. ഇവിടെ കിതച്ചോടുന്ന കുതിച്ചുപായുന്ന കുതിരകളെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അവിടെ പറയുന്നത് വൈദൂലഹും മസ്തതത്തും മിൻ കുവ്വത്തിൻ വമിൻ റിബാത്തിൽ ഖൈലി തുർഹിബൂന ബിഹി അദുവല്ലാഹി വഅദുവക്കും വആഖരീന മിൻ ദൂനിഹിം ലാ തഅലമൂനഹുമുല്ലാഹു യഅലമുഹും. അവരെ നേരിടാൻ വേണ്ടി നിങ്ങളുടെ കൈവിൽപ്പെട്ട എല്ലാ ശക്തിയും കെട്ടി നിർത്തിയ കുതിരകളെയും നിങ്ങൾ ഒരുക്കുക. ഐദൂലഹും മസ്തതത്തും മിൻ കുവ്വത്തിൻ വമിൻ റിബാത്തിൽ ഖൈൽ. അത് മുഖേന അള്ളാഹുവിൻ്റെയും നിങ്ങളുടെയും ശത്രുവെയും അവർക്ക് പുറമെ നിങ്ങൾ അറിയാത്തവരും അള്ളാഹു അറിയുന്നവരുമായ മറ്റു ചിലരെയും നിങ്ങൾ ഭയപ്പെടുത്തുവാൻ വേണ്ടി. തുർഹിബൂന ബിഹി അദുവല്ലാഹി വഅദുവക്കും വആഖരീന മിൻ ദൂനിഹിം ലാ തഅലമൂനഹും ഉല്ലാഹു യഅലമുഹും. ഈ കാര്യങ്ങൾ സൂറ അൻഫാൽ 60 പറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം അതിൻ്റെ ബാക്കി വമാ തുൻഫിഖൂ മിൻ ഷൈഇൻ ഫീ സബീലില്ലാഹി യുവഫ്ഫ ഇലൈക്കും വഅൻതും ലാ തുദ്ലമൂൻ. നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഏതൊരു വസ്തു ചിലവഴിച്ചാലും നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടും, നിങ്ങളോട് അനീതി കാണിക്കപ്പെടുന്നതല്ല. സൂറ അൻഫാൽ 60 വാക്യത്തിൽ കുതിരകളെപ്പറ്റി ഇങ്ങനെ ഒരു പരാമർശം കൂടി വന്നിരിക്കുന്നു. ഖൈർ എന്ന പദം ഖുർആൻ സൂറത്തുൽ ബക്കറയിൽ ധനം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെയും അതേ അർത്ഥത്തിലാണ്. സൂറ ബക്കറ 150 വാക്യത്തിൽ കാണാം, കുത്തിബ അലൈക്കും ഇദാ ഹദറ അഹദക്കുമുൽ മൗതു ഇൻ തറക ഖൈറനിൽ വസിയ്യത്തുൽ വാലിദൈനി വൽ അഖ്റബീൻ ബിൽ മഅറൂഫ്. നിങ്ങൾ ആർക്കെങ്കിലും മരണമാസന്നമാകുമ്പോൾ അയാൾ ധനം വിട്ടേച്ചു പോകുന്നുണ്ടെങ്കിൽ ഇൻ തറക ഖൈറനിൽ വസിയ എന്ന് പറയും. അയാൾ ധനം വിട്ടേച്ചു പോകുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും വേണ്ടി ന്യായപ്രകാരം വസിയത്ത് ചെയ്യാൻ നിങ്ങൾ നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹക്കൻ അലൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഒരു കടമയത്രേ അത്. സൂറ അൽ ബക്കറ 180. ഇവിടെ ഖൈറൻ അൽ വസിയ, ഇൻ തറക്ക ഖൈറനിൽ വസിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ ധനം ഉപേക്ഷിച്ച് പോകുന്നതിനെ പറ്റി ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഖൈർ എന്നുള്ള വാക്ക് ഈ സൂറത്തിലും ലിഹുബിൽ ഖൈരി, പണത്തോടുള്ള കൊതി, ലഷദീദ്, അതികഠിനം തന്നെ എന്ന് ഈ സൂറയിലും പറഞ്ഞിട്ടുണ്ട്. അവിടെ ഖൈർ എന്നുള്ളതിൻ്റെ താല്പര്യം ധനമാണെന്ന് ഈ ഖുർആൻ വാക്യം വ്യക്തമാക്കി തരുന്നു. അപ്പോൾ ഈ സൂറയിൽ മൊത്തം അടങ്ങുന്ന മനുഷ്യൻ സൃഷ്ടാവിനോട് നന്ദി കാണിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചാണ് പരാമർശിക്കുന്നത്. അതിനാൽ തന്നെ അളവറ്റ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന നാം ഓരോരുത്തരും അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി തീരാൻ വേണ്ടി ഈ സൂറയുടെ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.